Good morning, sir. Good morning. ഗുഡ് മോർണിംഗ്. നമ്മളെ മനോഹരമായ മെഡിറ്റേഷൻ കഴിഞ്ഞു. 52ഓളം ആൾക്കാർ എത്തിയിട്ടുണ്ട്. മെഡിറ്റേഷന് കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരല്ല. 6 മണിക്ക് എഴുന്നേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ തന്നെയാണ് രാവിലെ. എനിവേ നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷൻ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാം. ഇന്ന് വേറെ സ്പെഷ്യലായിട്ട് സെഷനൊന്നും ഇല്ല. നിങ്ങളുടെ എപ്പോഴും ശ്രദ്ധിക്കുക, രാവിലത്തെ CPയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അവരൊക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഫംഗ്ഷനിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും. ഒരു 1-2 ക്ലാസ്സുകൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ബിസിനസ് തീരുമാനം എടുക്കുന്നുണ്ടാവും. പിന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടോ നോക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും, നമുക്ക് നോളജ് വരുന്നുണ്ടാവും. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ കൺസിസ്റ്റൻസി ഇന്നലെ കഴിഞ്ഞു. 100 BBയിൽ കൺസിസ്റ്റൻസി കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. വലിയ ആൾക്കാർ 60 BBയിൽ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരുണ്ട്. കൂടുതൽ ആൾക്കാർ 100 BB ഷെയർ, കാരണം അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലായതുകൊണ്ടും ഒരു ബിസിനസ് മൈൻഡിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊരു കൺസിസ്റ്റൻസി ചെയ്യാത്ത ആൾക്കാർ കുറേ ഉണ്ടാവും. അതുപോലെ ഒട്ടും സാധനം വാങ്ങിക്കാത്ത ആൾക്കാരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ കൺസിസ്റ്റൻസിയുടെ ബെനിഫിറ്റ് തിരിച്ചറിയാൻ സാധിക്കുവാണെങ്കിൽ, അതിൻ്റെ അകത്തുള്ള റീറ്റെയിൽ പ്രോഫിറ്റ് മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുമാനം ഉണ്ടാക്കും. ഇതിൽ ഒരാളെ പോലും ജോയിൻ ചെയ്യാതെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വ്യക്തിയെ പോലും ജോയിൻ ചെയ്യിപ്പിക്കാതെ 25,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ പല ആൾക്കാരും എന്നോടൊപ്പം ആരും ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടൊപ്പം ആരും വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ആൾക്കാർ ആരും പർച്ചേസ് ചെയ്യുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്ന ആൾക്കാരെയും കാണാൻ സാധിക്കും. ഈ പേഴ്സണൽ പർച്ചേസിങ്ങിലൂടെ മാത്രം വരുമാനം 25,000 രൂപ വാങ്ങിക്കാൻ സാധിക്കും. അത് തെളിയിച്ച ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. 24,000 രൂപ വരുമാനം വാങ്ങിച്ചിട്ടുണ്ട് പേഴ്സണൽ പർച്ചേസിങ്ങിലൂടെ, കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. എന്ന് വെച്ച് പ്രൊഡക്റ്റ് സെയിലിംഗ് ആയിരുന്നില്ല, കസ്റ്റമറെ ക്രിയേഷൻ ചെയ്തു പോയതാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് ഈ കൺസിസ്റ്റൻസിയുടെ ബെനിഫിറ്റ് ഇതിൽ പല ആൾക്കാർക്ക് ഇപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. നമുക്കൊരു ശരിക്കും അതിൻ്റെ കാൽക്കുലേഷൻ പഠിക്കിയ വ്യക്തിക്ക്, ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, നിങ്ങൾ അതിൻ്റെ റീറ്റെയിൽ പ്രോഫിറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബെനിഫിറ്റാണ് അത്. പല ആൾക്കാരെയും കൺസിസ്റ്റൻസി ചെയ്യാൻ സാധിക്കാത്തത്, പല ആൾക്കാർ 3 മാസം ചെയ്തിട്ട് 4-ാമത്തെ മാസം ചെയ്യാത്ത ആൾക്കാരുണ്ട്. ആ പറയുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പറയുക, അല്ലെ. 2 മാസം 100 BB ചെയ്തു, പിന്നെ 3 മാസം ചെയ്തു, 4-ാമത്തെ മാസം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. 30 ദിവസത്തിൽ കൂടുതൽ, 31 ദിവസം, ചിലപ്പോൾ 30 ദിവസം നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു കൺസിസ്റ്റൻസി കഴിഞ്ഞ് അടുത്ത കൺസിസ്റ്റൻസി ചെയ്യാൻ വേണ്ടി. നമ്മൾ 14-ാം തീയതിക്കുള്ള ഡേറ്റിനുള്ളിൽ. ഇതിൽ ആദ്യമായിട്ട് വരുന്ന വ്യക്തിയോട് നമ്മൾ പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾക്കൊരു സോപ്പും പേസ്റ്റും വാങ്ങിച്ചിട്ട് ബിസിനസ് മനസ്സിലാക്കാൻ, കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, ക്വാളിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ അവസരമുണ്ട്. അത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിഫ്റ്റ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇപ്പോഴും നമ്മുടെ കമ്പനിയുടെ പേസ്റ്റ് വാങ്ങിക്കാതെ, നമ്മുടെ കമ്പനിയുടെ സോപ്പ് വാങ്ങിക്കാത്ത ആൾക്കാർ ഇപ്പോഴും ബിസിനസ്സിലുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരാളും 2 ആളല്ല, ഒരുപാട് ആൾക്കാരാണ്. പക്ഷെ അവർ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇപ്പോഴും മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ഒരു ബിസിനസ് മൈൻഡിലേക്ക് നിങ്ങൾ എല്ലാവരും വരുവാണെങ്കിൽ, ഇന്ന് പല ആൾക്കാർക്കും ഉള്ള സ്ട്രഗിൾ, ഈ ബിസിനസ് വരുന്ന സ്ട്രഗിൾ എന്താണ്? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ഞാൻ മാത്രം വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇടയ്ക്കൊരു കമൻ്റൊക്കെ ഇട്ടോ കേട്ടോ, അപ്പോൾ എനിക്കൊരു സമാധാനമാവും. നിങ്ങളിവിടെ ഉണ്ടാവുന്നില്ല, ആരും ഉറങ്ങിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, എല്ലാ മാസം നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ാം തീയതിയാണ്, അല്ലെ? 2-ാം തീയതി. കൃഷ്ണവേണി ചേച്ചി എസ് അടിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ എസ് അടിച്ചോട്ടോ. ആരും അടുക്കള തിരക്കാണെങ്കിൽ പോലും ഓടി വന്ന് എസ് കൊടുത്ത കുഴപ്പമില്ല.
കൺസിസ്റ്റൻസിയുടെ ബെനിഫിറ്റ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ബിസിനസ്സിലേക്ക് നല്ലൊരു വരുമാനം സ്ഥിരമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും രാവിലെ ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കം എഴുന്നേക്കാൻ മടിയായിട്ട് പോലും നമ്മൾ എഴുന്നേറ്റിരുന്ന് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പോയിന്റുകൾ കിട്ടുന്ന വെച്ചാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ബിസിനസ്സിലേക്ക് വരും, ബിസിനസ് മൈൻഡിലേക്ക് ചിന്തിക്കുക. അല്ല, നമ്മൾ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് എല്ലാം ബിസിനസ് ചെയ്യുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ് ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം 100% നിങ്ങളുടെ വീട്ടിലേക്ക് വെസ്റ്റീജിന്റെ അല്ലാതെ വേറെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതിലില്ലാത്ത പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചോട്ടെ, പച്ചക്കറിയും മറ്റുള്ള ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു. പക്ഷെ 100% വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ 100% വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഒരു 60 BB വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ ഇന്ന് എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരുകൾ എല്ലാവരും ഒന്ന് ഒരു ബിസിനസ് മൈൻഡിലേക്ക് ചെയ്യുക. ഇന്ന് തന്നെ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ, ചായ കുടിച്ച ഉടനെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ പേര് എഴുതി വെക്കും. സോപ്പുകളും പേസ്റ്റും ഒരു 3-4 സോപ്പ് ഒരു മാസം 2 നേരം കുളിക്കുന്ന ഫാമിലിക്ക് വേണ്ടി. ഒരു നേരം കുളിക്കുന്ന ഫാമിലിക്ക് അതിന് പകുതിയോളം ഉപയോഗിച്ചു. പക്ഷെ ആ ഒരു ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2000 രൂപയുടെ സാധനം ആ ഫാമിലിക്ക് വേണ്ടി വരുമോ? ശരിയാണോ? വേണ്ടേ? 2000 രൂപക്കുള്ള സാധനം ആ കുടുംബത്തിൽ വേണ്ടി വരും. ഈ സോപ്പും പേസ്റ്റും പാത്രം കഴുകാനുള്ളതും തുണി കഴുകാനുള്ളതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ചായപ്പൊടിയും കുക്കിംഗ് ഓയിലും വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 2000 രൂപയുടെ സാധനം വരും. ഒരു 60 BB നമുക്ക് വേണ്ടി വരും, നിർബന്ധമായിട്ടും വേണ്ടി വരും. നമ്മൾ ബിസിനസ്സിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അത് 100 BBയിലേക്ക് വരും. ഈ സെയിം സംഭവം പല ആൾക്കാർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ കമ്പനിയുടെ പേസ്റ്റൊക്കെ ഒരു വ്യക്തികളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പേസ്റ്റ് ആ ഫാമിലി പിന്നെ എന്നും വാങ്ങിക്കും. നമ്മൾ പണിതേക്കുന്ന പേസ്റ്റ് മാത്രം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഫാമിലി, നിങ്ങൾ 10 ഫാമിലിക്ക് പേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, നമ്മളുടെ ഒരു സോപ്പും കൂടെ കൊടുക്കുകയാണെങ്കിൽ 110 രൂപ വരും. അല്ലെ, നമ്മുടെ DP പ്രൈസ് നോക്കുകയാണെങ്കിൽ 63, 44, ഏകദേശം 107 രൂപ ആ ഒരു സോപ്പിനും പേസ്റ്റിനും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 10 രൂപ കൊറിയർ ചാർജ് ലാഭിക്കാൻ വേണ്ടി 10 രൂപ കൂടുതൽ എടുത്തിട്ട് അല്ലെങ്കിൽ 120 രൂപക്ക് ആ സോപ്പും പേസ്റ്റും ആ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാധാരണ അടുത്ത വീട്ടുകാർക്ക് ആ പേസ്റ്റും സോപ്പും ഇഷ്ടപ്പെടുകയും ചെയ്യും. 120 രൂപ അവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ആ പൈസ നിങ്ങൾ മീൻകാരൻ വരുമ്പോൾ മീൻകാരന് കൊടുത്ത് സാധനം വാങ്ങിക്കാനല്ല, ആ പൈസ അതേപോലെ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇതിൽ ഒട്ടും ചെയ്യാൻ സാധിക്കാതെ കൺസിസ്റ്റൻസി ചെയ്യാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും അങ്ങനെ ഒരു 10 കസ്റ്റമറെ കണ്ടുപിടിച്ചാൽ നമുക്ക് 60 BB ആക്കാം. പെൻഷൻ ഡിലേ അല്ലേ, അതുകൊണ്ട് സാധനം വാങ്ങിക്കാൻ പറ്റില്ല. മൂന്നായിട്ടും ചെയ്യേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കാര്യം പെൻഷൻ കിട്ടുന്നതിനേക്കാളും പൈസ ഉണ്ടാക്കാൻ പറ്റും മുകുന്ദൻ ചേട്ട ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം ഒരു 10 കസ്റ്റമർ കൊടുത്തു കഴിഞ്ഞു. പെൻഷനിൽ കിട്ടുന്നതിനേക്കാളും പൈസ നമ്മുടെ വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റ് ഒരു 10 കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മുകുന്ദൻ ചേട്ടൻ പോലുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് പഠിക്കുക. വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ കയ്യിലുള്ള 10 പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ 5 പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് പഠിക്കുക. ഇതിലുള്ള പല ആൾക്കാരും ചെയ്യേണ്ട കാര്യമാണ് ലൈസോളിന്റെ ഡെമോ, നമ്മുടെ നമ്മൾ തറ തുറക്കുന്ന ആ ലിക്വിഡിന്റെ അൾട്രാസ്വാബിന്റെ ആ ഒരു ഡെമോ നമ്മൾ ചെയ്യുക. സോപ്പിന്റെ ഡെമോ, പേസ്റ്റിന്റെ ഡെമോ, ഒരു 5-6 പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് പഠിച്ച് 2-3 പ്രാവശ്യം വീട്ടിലിരുന്ന് ചെയ്ത് നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു 5-6 ക്ലാസ് നിങ്ങളുടെ പരിചയമുള്ള ബന്ധത്തിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് ആ ചുറ്റുവട്ടത്ത് പറ്റും. അവിടെ പോയി ഇരുന്നിട്ട് അത് കാണിച്ച് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ആ പ്രൊഡക്റ്റ് അവിടെ കൊടുത്തിട്ട് 120 രൂപക്ക് ഒരു സോപ്പും പേസ്റ്റും അല്ലെങ്കിൽ ഒരു തറവർക്കുന്ന സാധനം അവിടെ കൊടുത്തിട്ട് ഇത് ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടില്ല ഞാൻ തിരിച്ചെടുത്തോളാം എന്ന് പറയാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി ചെയ്യാൻ പറ്റും. 100% ചെയ്യാൻ പറ്റും. എല്ലാവർക്കും 100 BB ചെയ്യാൻ പറ്റും. ഇന്ന് ചെയ്യാത്ത ആൾക്കാർക്ക് കൊണ്ടാണ് പറഞ്ഞത്. ചെയ്യുന്ന ആൾക്കാർ 100 അല്ല, 200 അല്ല, 300 അല്ല, 400 ചെയ്ത ആൾക്കാർ, പുതിയ ജോയിനേഴ്സ് വരും, കസ്റ്റമറെ കണ്ടുപിടിച്ച് 400 ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇപ്പൊ വരുന്ന പുതിയ ആൾക്കാരൊക്കെ ആ ലെവലിലേക്ക് പോകുന്ന ആൾക്കാർ 300-ഉം 400 ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും മസ്റ്റായി നിർബന്ധമായിട്ടും ഡെമോൺസ്ട്രേഷൻ ചെയ്ത് പഠിക്കും. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ക്വാളിറ്റി അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാർക്കറ്റിലെ പ്രൊഡക്റ്റിന്റെ ആ ഒരു ഇത് വ്യത്യാസം നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വില മാർക്കറ്റിലെ പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ.
ചെറിയ നൂല് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ഒരു ഡെമോ കാണിച്ചു കഴിഞ്ഞാൽ അവർ ആ പ്രൊഡക്റ്റ് ചോദിച്ച് വാങ്ങിക്കുന്ന ലെവലിലേക്ക് എത്തുന്നുണ്ടാവും. ഈ സാധനം ചോദിക്കുന്ന സമയത്ത് എടുത്ത് കൊടുക്കാൻ നിങ്ങളെ ഉണ്ടാവാൻ വേണം. അങ്ങനെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന 76 പേർക്കും 100 PV ചെയ്യാൻ സാധിക്കും. ഇതിന് നമ്മളതിൽ ഏകദേശം 128ഓളം ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം കൺസിസ്റ്റൻസി ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അതിൽ കൂടുതലുണ്ട്. എനിക്കറിയില്ല, പേര് വന്നിട്ടില്ല. പേര് 128 വന്നിട്ടുള്ളൂ ഇപ്രാവശ്യം. പക്ഷെ 4000ഓളം PV എക്സ്ട്രാ കയറിയിട്ടുണ്ട് ഈ മാസം. അപ്പൊ അത്രത്തോളം ആൾക്കാർ കൺസിസ്റ്റൻസി ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ 120 150 ചെയ്ത ആൾക്കാരായിരിക്കും, അതോടായിരിക്കും PV കൂടുതൽ. ഓരോ മാസം 4000ഓളം PV എക്സ്ട്രാ കൺസിസ്റ്റൻസി റേറ്റ് തന്നെ എൻ്റെ ടീമിൽ വരുന്നുണ്ട്. 4000 PV കഴിഞ്ഞ മാസം കൺസിസ്റ്റൻസി ചെയ്തതിനേക്കാളും ഇപ്രാവശ്യം എക്സ്ട്രാ ഉണ്ട്. അപ്പൊ അത്രത്തോളം ആൾക്കാർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 100 PV എന്നുള്ള 150 160 എത്തിയിട്ടുണ്ട്. ചില ആൾക്കാർ 180 എത്തിക്കഴിഞ്ഞു. അത് 200 പോയിക്കൊണ്ടിരിക്കും. കുറേ ആൾക്കാർക്ക് ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്, പല ആൾക്കാർക്കും ഇമ്പ്രൂവ്മെന്റ്സ് ഇല്ല. അത് ചെയ്യേണ്ടത് ഏറ്റവും നിങ്ങൾ കാണുന്ന എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തെന്നുള്ള ആ ഒരു എക്സ്ക്യൂസസ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവാം. സാധനങ്ങൾ വാങ്ങിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണുന്ന ആൾക്കാർ പ്രയോറിറ്റി കൂടുതൽ ഇതിന് കൊടുക്കണം. എന്തുകൊണ്ടാണ്? ആ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ, ആ കഷ്ടപ്പാടിൽ നിന്നൊരു മോചനം വേണമെന്ന് അല്ല, എന്നും ഇതുപോലെ തന്നെ മതിയോ? ഒരു വർഷമായിട്ടും നിങ്ങൾ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നെ പറയുകയാണെങ്കിൽ ആ ഒരു വർഷം നിങ്ങൾ ഈ ഇതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ടാവും. ഒരു 10,000 രൂപ വരുമാനം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? തീർച്ചയായും വന്നിട്ടുണ്ടോ? നമ്മൾ ഇന്ന് വെസ്റ്റേജ് ബിസിനസ്സും അല്ലെങ്കിൽ വേറെ ഏത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്ന മോട്ടിവേഷനാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ ചെന്ന് കഴിഞ്ഞാൽ മോട്ടിവേഷനെ കിട്ടും. അവരുടെ വരുമാനം, അവരുടെ ശമ്പളം, അവരുടെ ട്രിപ്പ് പോയതും അവർ കാറ് വാങ്ങിച്ചതും ആ ഒരു മോട്ടിവേഷൻ കിട്ടും. പക്ഷെ ഇതെങ്ങനെ വാങ്ങിക്കാം, ഇതെങ്ങനെ ഇതിലൂടെ എത്താൻ സാധിക്കും എന്നുള്ള ക്ലാസ്സുകൾ ആരും കൊടുക്കാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയും കിട്ടത്തില്ല. ഞങ്ങൾ അത്രത്തോളം അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ചെയ്തത്. അതിലെത്താൻ വേണ്ടിയിട്ടാണ്. അതും വളരെ വളരെ സിമ്പിളായി ചെയ്യാൻ രീതി പറഞ്ഞു തരുന്നത്. 100 PV ചെയ്തോ 500 PV ചെയ്തോ നമ്മളെല്ലാം പറയുന്നത്. നമ്മൾ അതെങ്ങനെ ചെയ്യിക്കാം, എങ്ങനെ ചെയ്ത് കൊണ്ടുപോകാം, അതിലേക്ക് എത്താൻ പറ്റും വരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ, ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ഇതിൽ ജോയിൻ ചെയ്യാണ്. അദ്ദേഹം ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അദ്ദേഹത്തിന് താഴെ ഒരു വ്യക്തി ജോയിൻ ചെയ്യുന്നു, അദ്ദേഹം 100 PV സ്റ്റാർട്ട് ചെയ്യാണ്. ചിലപ്പോൾ അദ്ദേഹം 200 PV ചെയ്യാൻ പറ്റുന്ന വ്യക്തികളായിരിക്കും. ഈ ജോയിൻ ചെയ്ത വ്യക്തി ആദ്യം ജോയിൻ ചെയ്ത വ്യക്തി ചിലപ്പോൾ ഒരു 20 PV 30 PV ചെയ്തിട്ട് ഒരു 500 സാധനം വാങ്ങിച്ച് ഇരിക്കുക. 500 സാധനം വാങ്ങിച്ച് ഐഡിയ ആക്ടിവേഷൻ ചെയ്തിട്ട് മീറ്റിംഗ് നല്ല അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, രണ്ടാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ, ആ രണ്ടുപേരും ചിലപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടോ. കാരണം അതിനകത്ത് നിങ്ങൾക്കൊന്നും കിട്ടാണ്ടല്ല. കാരണം നിങ്ങൾ ചെയ്ത ആ ഒരു 500 സാധനത്തിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. താഴെ ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങളെക്കാളും ചിലപ്പോൾ 100 രൂപ കൂടുതലായിരിക്കും. അതിൽ നെഗറ്റീവ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് വരണമെങ്കിൽ നിങ്ങളെ പേഴ്സണൽ PV ചെയ്യുന്നതിൽ ഒരു 5 PV എങ്കിലും 10 PV എങ്കിലും എല്ലാ മാസം ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കും. സ്ലോ മോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരു 10 PV എങ്കിലും ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കാം. ആഡ് ഓൺ ചെയ്യുന്ന വെച്ചാൽ ഒരു കസ്റ്റമർ എങ്കിലും, ഒരു ഹെയർ ഓയിൽ വാങ്ങിക്കുന്ന ഒരാളെങ്കിലും, ഒരു ഷാമ്പു വാങ്ങിക്കുന്ന വ്യക്തിയെങ്കിലും പുതുതായിട്ട് ആ ഒരു മാസം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ നിങ്ങളെ പഴയ പ്രൊഡക്റ്റ് അന്ന് കൊടുത്ത കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അത് അവിടെ കവറായിട്ട് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ 2 കസ്റ്റമറെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ 100-ൽ നിന്നും 160 200-ലേക്ക് എത്തും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ 300 PV 300 PV ചെയ്യുന്ന വ്യക്തിയായി മാറുന്നുണ്ടാവും. ഇതെന്താ സംഭവം? ഇത് നിങ്ങളുടെ പേഴ്സണൽ വോളിയം ക്യുമുലേറ്റീവായി കയറി വരുന്നുണ്ടാവും. താഴെ വരുന്നവരുടെ വോളിയം നിങ്ങൾക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവും. പല ആൾക്കാർക്കും സംഭവിക്കുന്നത് നിങ്ങളുടെ വോളിയം ഒന്നും ഇല്ല, അവിടെ കിടക്കാണ്. താഴത്തേക്ക് വോളിയം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബോണസുകൾ കംപ്ലീറ്റ് അവർക്ക് കിട്ടുന്നുണ്ടോ, നമുക്കൊന്നും കിട്ടുന്നുണ്ട്. എപ്പോഴും ജോയിൻ ചെയ്ത വ്യക്തി നിങ്ങളുടെ പേഴ്സണലി PV കുറച്ച് ക്യുമുലേറ്റീവായി മേലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് താഴെ വ്യക്തിനെക്കാളും കുറച്ചൊരു വരുമാനം നമ്മൾക്ക് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ വരുമാനം നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ വളരെ ഫാസ്റ്റായി പോകുന്ന ആൾക്കാരായിരിക്കും. ഒരു ടീം മാത്രം നമുക്കുള്ള ആൾക്കാർ, ആ ടീം നന്നായിട്ട് ഉയർന്ന് PV വരുന്നുണ്ട്. നമ്മൾ ഒരു 16% എത്തുന്നവരെ നമ്മളൊന്നും വാങ്ങിക്കാതെ ഒരു വരുമാനം കിട്ടാത്ത അവസ്ഥയിൽ വരുന്നു. അങ്ങനെ ആവാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാ മാസവും നിങ്ങളുടെ പേഴ്സണൽ PV കുറച്ചെങ്കിലും ആഡ് ഓൺ ചെയ്ത് പോകുന്ന സമയത്ത് താഴെ വരുന്ന വ്യക്തിയുടെ PVയും നമുക്ക് ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ടാവും. നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. നമ്മളൊന്നും വാങ്ങിക്കാതിരിക്കുന്നു, അവർ വാങ്ങിക്കുന്ന PV ഇങ്ങനെ ആഡ് ഓൺ നമുക്ക് വരുന്നുണ്ടാവും.
അവർ നമ്മളെപ്പോലെ തന്നെ നമ്മളെ കൂടെ തന്നെ ഉയർന്നു വരുന്നുണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും കൂടി നിങ്ങൾ 40 PV ചെയ്യുന്ന സമയത്ത് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. എത്ര പാവം, എത്ര സാധാരണക്കാരനായാലും ഒരു 60 PV എത്താൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ബിസിനസ്സിലേക്ക് വരുന്ന ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയ കൺസിസ്റ്റൻസി ബെനിഫിറ്റ്. നിങ്ങൾ ചിന്തിക്കുക, 55-60% പ്രോഫിറ്റ് അവിടെ നമുക്കുണ്ട്. 60% പ്രോഫിറ്റ് ഉണ്ട്. 50 പിടിച്ചോ, 50% പിടിച്ചോ. നിങ്ങൾ ഒരു 3000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ 50% ബെനിഫിറ്റ് നമുക്ക് അതിൻ്റെ അകത്ത് കൺസിസ്റ്റൻസി എല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്ത് 4 മാസത്തെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ 100 PV ചെയ്ത് ഒരു 12,000 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ 4 മാസം നിങ്ങൾ ആ പ്രൊഡക്റ്റ് ആയിരിക്കും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6,000 രൂപ ഉണ്ടാക്കുന്നത്. ഇതിൽ ചിന്തിച്ച് നോക്കാം. 300 PV ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട് അല്ലേ? 300 PV ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ 400 PV ചെയ്യുന്ന ആൾക്കാർ, കൺസിസ്റ്റൻസി 4 കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? 400 PV ചെയ്യുന്ന അവരുടെ ബെനിഫിറ്റ്, അവർക്ക് ഈ 4 മാസവും 10% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് DP പ്രൈസാണ് ഞാൻ പറയുന്നത്. MRP കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ഒരു 100 PV വാങ്ങിച്ച വ്യക്തി ആ 100 PVക്കുള്ള കസ്റ്റമറെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 30% അവിടെ MRP ലാഭമുണ്ട്. ഫുൾ എമൗണ്ട് MRP അതേ എമൗണ്ട് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. അവർ അതേ ഈ MRP എന്താണ് അതേ എമൗണ്ടിൽ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഇപ്പോഴും കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കാണുന്നുണ്ട്. MRP കൊടുത്ത ആൾക്കാരെ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ 300 PV കുറേ മാസങ്ങളായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ആ കസ്റ്റമറുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങൾ 4-ാമത്തെ മാസം കഴിഞ്ഞ് 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് 400 PV ചെയ്ത വ്യക്തിക്ക് 10,000-ന് മേലുള്ള ഫ്രീ പ്രൊഡക്റ്റാണ് കിട്ടുന്നത്. 2,515-ന്റെ 4 കൺസിസ്റ്റൻസി വൗച്ചർ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഈ മാസം ഒരുപാട് ആൾക്കാർക്ക് 10,000 രൂപയുടെ കൺസിസ്റ്റൻസി വൗച്ചർ വരാൻ പോകണം. ഈ മാസം 400 PV ചെയ്ത ആൾക്കാർക്ക്, 300 PV ചെയ്തവർക്ക് 7,500 വൗച്ചർ വരുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഈ കസ്റ്റമർ ഉണ്ടെങ്കിൽ ഈ കസ്റ്റമർ അടുത്ത മാസം സാധനം ചോദിക്കുന്ന സമയത്ത് ഈ ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അവിടെ കൊടുത്താൽ മതി. ആ 7,500 അവർക്ക് വാങ്ങിക്കാൻ സാധിക്കും. എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ആ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. 7,500 10,000 രൂപ വൗച്ചർ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരുടെ എമൗണ്ട് 1,500, 2,000, 3,000 അതൊക്കെ പെൻഷൻ അല്ലേ? അതാണ് ഇപ്പോഴത്തെ പെൻഷൻ. 1,500, 2,000, 3,000 അത് കിട്ടാൻ ലേറ്റ് ആവുന്ന. ഇപ്പം 3,000 പറഞ്ഞ പോലെ നമ്മളെ ഈ ഒരു കൺസിസ്റ്റൻസി മാത്രം 4 കൺസിസ്റ്റൻസി ചെയ്യാൻ തന്നെ 10,000 രൂപ പ്രൊഡക്റ്റ് നമുക്ക് 4-ാമത്തെ മാസം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാ മാസം ഫ്രീ പ്രൊഡക്റ്റും കൊടുത്താൽ ആ മാസത്തെ പൈസ ഈടാക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ഈ ആ ഒരു സ്ഥിരതയുള്ള ആ ഇതിലേക്ക് വരാൻ ശ്രമിക്കണം. ഫ്രീ പ്രൊഡക്റ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഒരു മാജിക് കോർണർ നമ്മൾ വീട്ടിൽ ഫിറ്റ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ CP-യിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാജിക് കോർണറിന്റെ ഫോട്ടോ എല്ലാവരും ഗ്രൂപ്പിലിടണം. ആകെ 3 പേര് മാത്രമേ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം നമ്മുടെ കയ്യിൽ ആരേശം ഒരു പ്രൊഡക്റ്റ് പോലും സ്റ്റോക്ക് ഇല്ല എന്നർത്ഥം. ചെറുതായിട്ടെങ്കിലും ഒരു മാജിക് കോർണർ ഉള്ള ആൾക്കാരാണ് നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്യാം. ഒരു ഷോപ്പല്ല ഞാൻ പറഞ്ഞത്, ചെറിയൊരു മാജിക് കോർണർ. അതിനകത്തൊരു 5-10 പ്രൊഡക്റ്റെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സാധനം, വെസ്റ്റീജിന്റെ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു 2-3 സോപ്പും പേസ്റ്റൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. 3-4 പേര് മാത്രമേ ആ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ആ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാജിക് കോർണർ എന്ന് പറഞ്ഞാൽ ഇന്ന് വിന്നിങ് ടീമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മാജിക് കോർണറിലൂടെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ ചെറിയൊരു കോർണർ, ചെറിയ വിന്നിങ് ടീമിലെ ചില ആൾക്കാർ വീട്ടിന്റെ കോർണർ മുഴുവൻ അത് ഉപയോഗിക്കും. ചെറിയ ഷെൽഫോടെ ഫിറ്റ് ചെയ്ത ഷെൽഫ് നിറച്ച സാധനം വെക്കുന്നത്. നമ്മൾ നിങ്ങളോട് പറഞ്ഞ ചെറിയൊരു നിങ്ങളുടെ വീട്ടിലെ ഷോക്കേസിൻ്റെ അകത്ത് ഒരു ഉപയോഗമില്ലാത്ത നമ്മൾ ആനേനെയും ഫ്ലവർ ബോക്സും വെക്കുന്ന ആ ഷോക്കേസിൽ ആൾക്കാർ വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോൾ കാണാൻ വേണ്ടി വെക്കുന്ന സാധനമില്ല. അല്ല, നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോക്കേസിൽ സാധനം വെക്കുന്നത്. ഷോക്കേസ് ആണല്ലോ. വരുമ്പോൾ അവിടെ സ്റ്റൈലായിട്ടുള്ള കുറേ ഫ്ലവർ ബോക്സും ആനയും കുതിരയും ഒക്കെ ഉണ്ടാവും. സ്റ്റൈലാണ്. ആ സ്റ്റൈലിന്റെ മുന്നിൽ നിങ്ങൾ നമ്മുടെ വെസ്റ്റീജിന്റെ മാജിക് കോർണർ ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് ഈ വരുന്ന വ്യക്തിയുടെ മുമ്പിൽ എല്ലാവരും മനസ്സിൽ കാണുന്ന ഷോക്കേസ് അതാ ആദ്യം കാണും. ഇതെന്താ സംഭവം? അത് ബിസിനസ് ഷെയർ ചെയ്യാനുള്ള അവസരം കിട്ടുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എല്ലാവരും നല്ല സ്റ്റാൻഡേർഡ് വീടാണ്, കുഴപ്പമില്ലാത്ത വീടാണ്. ഒരു സെൻട്രൽ ഹാൾ ഉണ്ടാവും. ഗസ്റ്റ് വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സെൻട്രൽ ഹാളിലായിരിക്കും ഒന്നെങ്കിൽ സോഫ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെയർ ഉണ്ടാവും. ഷോക്കേസ് കാണുന്ന നേരത്തെ ഇരിക്കുന്നുണ്ടാവുക. അവർ വന്നത് നിർബന്ധമായിട്ട് കാണുകയും ചെയ്യും. വന്ന ആൾക്കാർ വീടിനകത്ത് ഒരു കറക്കം ഉണ്ടാവും, ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പോരായ്മ ഉണ്ട് കാണാൻ തരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ കാണുന്നത് പെൻഷൻ വരുന്നത് മുഴുവൻ സപ്ലിമെന്റ് വാങ്ങിക്കും ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. വെരി ഗുഡ്, നല്ലതാണ്.
നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് കിട്ടുന്ന ആ പെൻഷൻ ആരോഗ്യത്തിനോട് മാറ്റി വെക്കുന്നത് കുറേ കാലം പെൻഷൻ നമുക്ക് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. സപ്ലിമെൻ്ററി യൂസ് ചെയ്യാം കേട്ടോ, നല്ല കാര്യമാണ്, വെരി ഗുഡ്. ഇവിടെ ആ ഒരു മാജിക് കോർണർ നിങ്ങൾ എല്ലാവരും ആക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മാജിക് കോർണർ ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ, നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന ആൾക്കാർ, വീട്ടിലെ സ്റ്റോക്ക് പോലും അവിടെ ആ മാജിക് കോർണർ വെക്കാൻ ശ്രമിക്കുക. ഈ വാങ്ങിക്കുന്ന സാധനം ഒന്നിനോട് എക്സ്ട്രാ വാങ്ങിച്ചിട്ട് അവിടെ വെക്കുക. എന്നിട്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ട് അടുത്തുള്ള നിങ്ങൾ പരിചയമുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാരെ ആ കസ്റ്റമറെ ക്രിയേഷൻ ചെയ്ത് പോകുന്ന സമയത്ത് അവരിലൂടെ അടുത്ത പുതിയ കസ്റ്റമറെ കിട്ടുന്നുണ്ടാവും, അവരിലൂടെ അടുത്ത കസ്റ്റമറെ കിട്ടുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് അതൊരു കുറച്ച് കഴിയുമ്പോൾ 300-400 PV എത്താൻ സാധിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ 100 PV കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു. പല ആൾക്കാരും ഞാൻ കാണുന്നത് 4 മാസം കൺസിസ്റ്റൻസി കഴിഞ്ഞു, അവരുടെ ലക്ഷ്യം 5-ാമത്തെ മാസത്തെ ആ ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറേ ആൾക്കാർ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബിസിനസ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസി 4 മാസം ചെയ്ത് 5-ാമത്തെ മാസം ഫ്രീ പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ വർക്ക് ചെയ്ത് നിൽക്കണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് 4 മാസം കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തി 5-ാമത്തെ മാസം നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? ആ ഫ്രീ പ്രോഡക്റ്റ് കൊടുക്കാനുള്ള കസ്റ്റമറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതെങ്കിലും നമ്മൾ 4 മാസം കൊണ്ട് ബിസിനസ് നോളജ് ഉണ്ടാക്കിയിരിക്കണം, പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കിയിരിക്കണം, ഡെമോൺസ്ട്രേഷൻ പഠിക്കണം. 4 മാസം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ 4 മാസം കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണെങ്കിൽ, ഈ 100 PV നിങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണെങ്കിൽ ഒരു 10-30 PV എങ്കിലും പുറത്തുള്ള കസ്റ്റമർ കൊടുക്കാൻ എക്സ്ട്രാ വാങ്ങിക്കാൻ ശ്രമിക്കും. അതാണ് ബിസിനസ് ഗ്രോത്തിലേക്ക് വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാ ലീഡേഴ്സും ശ്രദ്ധിച്ചു നോക്കിയോ, നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ അവസ്ഥ 100 PV 4 മാസം ചെയ്യുന്നുണ്ടാവും, 5-ാമത്തെ മാസം എനിക്ക് ആരെയും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, ഫ്രീ പ്രൊഡക്റ്റ് എനിക്ക് ഞാൻ വാങ്ങിച്ചു, ഗുഡ് ബൈ. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. അതുണ്ടാവും പല ആൾക്കാർ. നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങളുടെ ടീമിലുള്ള പല മെമ്പേഴ്സിന്റെ അവസ്ഥ ഇതായിരിക്കും. 4 മാസം 100 PV ചെയ്യുന്നു, 5-ാമത്തെ മാസം നേരം വെളുക്കുമ്പോൾ തന്നെ ഫ്രീ പ്രൊഡക്റ്റ് എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിനർത്ഥം ഇത് കിട്ടിയിട്ട് വേണം അടുത്ത ബസ് പിടിച്ചിട്ട് നേരെ പോകാൻ വേണ്ടി. എന്നോട് മിണ്ടണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞത് ശരിയാണോ? അങ്ങനെയല്ലേ നിങ്ങളുടെ പല ഡോമിനേഷൻ നിങ്ങൾ ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്യേണ്ടത് ഈ നിങ്ങളുടെ ടീമിലെ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളുടെ ലീഡേഴ്സ് നോട്ടീസ് ചെയ്ത് അവരെ ചെയ്തവരുടെ പേര് പോലും ഈടാക്കാൻ അപ്ലൈന് അറിയത്തില്ല, അപ്ലൈ നോക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. നിങ്ങളുടെ ടീമിൽ കൺസിസ്റ്റൻസി ചെയ്താൽ പോലും എവിടുന്നാ 100 PV വന്നാൽ പോലും നോക്കത്തില്ല. അങ്ങനത്തെ അപ്ലൈന്മാരുണ്ട്. അവരുടെ താഴെ 500 PV കയറി വന്നാൽ പോലും ആ 100 PV എവിടുന്ന വന്നേ, അവർ കൺസിസ്റ്റൻസി ചെയ്തവരാണോ, അവരുടെ പേര് അലക്കിയിട്ടോ ഈടാക്കിയിട്ടുണ്ടോ, അതുപോലും സമയമില്ലാത്ത അപ്ലയൻസ് ഉണ്ട്. അതിനു പോലും സമയമില്ലാത്ത ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അത് വിട്ടിട്ട് വീട്. നമ്മൾ ചെയ്യേണ്ട കാര്യം, കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ടീമിലുണ്ടെങ്കിൽ, അതൊരു 200 PV 300 PV ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ അവരുടെ മൈൻഡിൽ ആ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി വാങ്ങി പോകുന്നുള്ള ആ ഒരു നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവരെ അതിന് ഗൈഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് അതെന്ത് ചെയ്യണം, ആ ഫ്രീ പ്രൊഡക്റ്റ് ആർക്കും കൊടുക്കാനുള്ള കസ്റ്റമർ ഉണ്ടോ, 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ആർക്കും കൊടുത്ത പൈസ യൂട്ടിലൈസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഉപകാരമായി മാറി ബിസിനസ് തുടർന്ന് പോകാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത, അധികം ആൾക്കാർക്ക് ഒഴിഞ്ഞു പോകുന്നില്ല. പണ്ടൊക്കെ എൻ്റെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ആൾക്കാർ പൊഴിഞ്ഞു പോകുന്നില്ല. കാരണം എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും 60-70 പേര് മാത്രമേ സൂം മീറ്റിംഗ് ഉണ്ടാവും. പണ്ട് 35-25 പേരാണ് ഈ രാവിലത്തെ CP ഉണ്ടാവും. 40 പേര് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് സന്തോഷമായി. അന്ന് കുറച്ച് കാലം മുന്നേ CP നമ്മൾ ചെയ്യുന്ന സമയത്ത് 40 പേര് എത്തിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ്. പിന്നെ അത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കൊഴിഞ്ഞു പോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 100-ൽ ടച്ചായി തുടങ്ങി. ഇന്നലെ 98 പേര് എത്തിയിട്ടുണ്ട്. അല്ല, നമ്മൾ ഫാമിലി മീറ്റിംഗ് ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ 178 പേരുണ്ട്. അപ്പോൾ ഈ ലെവലിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. നമ്മുടെ ടീമിന് നല്ല ഗ്രോത്താണ്, പൊഴിഞ്ഞു പോക്ക് കുറവാണ്. അങ്ങനെ ആൾക്കാർ നിർത്തുന്നില്ല. കാരണം അത്രയ്ക്കും സിമ്പിളായിട്ട് അവർക്ക് വിഷമങ്ങൾ ഇല്ലാത്ത രീതിയിലാണ് ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. പൊഴിഞ്ഞു പോകുന്നൊരു സംഭവം അവിടെ വരുന്നില്ല. നമ്മൾ ആ രീതിയിൽ ലീഡേഴ്സ് അവരെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ നമ്മളോടൊപ്പം നിൽക്കും. പല ആൾക്കാരും ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. ഇതിൽ പല ആൾക്കാർ എനിക്കൊരാളെ കിട്ടുന്നില്ലല്ലോ, എൻ്റെ കൂടെ ഒരാൾ വന്നില്ലെന്ന്. ഇത് പല ആൾക്കാർ കിട്ടിയ ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്ത ആൾക്കാരുണ്ട്. നല്ലൊരാളെ താഴെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നല്ലൊരു ലീഡർ താഴെ വന്നു കഴിഞ്ഞാൽ അതിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്
എൻ്റെ ടീമിൽ ഈ വന്ന വ്യക്തി ക്രൗൺ ആവണേ, അതേ ക്രൗൺ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? നിങ്ങളെ കൂടെ ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിനെ ഒരു ക്രൗൺ ആയിട്ട് കാണണം. ക്രൗൺ എന്ന് പറഞ്ഞാൽ 12,000 PV കൊണ്ടുവന്ന വ്യക്തിയെ 2 LOB ആയി കാണുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത വ്യക്തിയെ ക്രൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർ ആക്കിയാൽ ഒരു LOB ആയി അവിടെ, ഗോൾഡ് ആക്കി കഴിഞ്ഞാലും ഒരു LOB ആയി. ഗോൾഡ് ആവുമ്പോൾ മിനിമം LOB ആയി. അപ്പോൾ അവരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സെഷൻ ചെയ്ത കാരണം കൺസിസ്റ്റൻസി ചെയ്യാത്ത ആൾക്കാരും ഒരുപാട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യം നോട്ട് ചെയ്യാറുണ്ട്. ഒരുവിധം എല്ലാ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. എത്ര തിരക്കനായി കഴിഞ്ഞാൽ അത് ഞാൻ നോക്കിയാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അത്ര അധികം മനസ്സിലാവുന്നില്ല ആരൊക്കെ കൺസിസ്റ്റൻസി ബാലൻസ് ആയി പോകുന്നു. പണ്ട് എനിക്ക് മുന്നേയൊക്കെ ഒരു 5-6 മാസം മുന്നേ ഈ വരുന്ന PV എല്ലാം ഞാൻ തന്നെ ബില്ലടിക്കാറാണ്. എൻ്റെ ടീമിൽ കയറുന്ന ഒരു മിക്ക PV ഞാൻ തന്നെ ബില്ലടിക്കും. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും ഇപ്പൊ PV ഒരു 100 PV ഇപ്പൊ കയറും, 200 ഇപ്പൊ കയറും. ഇപ്പൊ എനിക്ക് അറിയുന്നില്ല 2000 PV കയറി വരുന്നതും ഞാൻ ബില്ലടിക്കുന്നേ ഇല്ല. എനിക്ക് കിട്ടുന്ന ബില്ലടിക്കുന്ന സാധ്യത കിട്ടാല്ല. അതിനോട് എല്ലാവരും ബില്ല് ചെയ്യുന്ന ആൾക്കാർ താഴെ വന്ന് കുറച്ചും ഇത് നിങ്ങൾക്ക് ഇതേപോലെ വരുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക്കലി 2000 PV ആണ് ഒരു ദിവസം. ആ ലെവലിലേക്ക് പോവാം. LOB മനസ്സിലായിട്ടില്ല അല്ലെ സുഹറ? LOB എന്ന് പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആണ്, വലിയൊരു എമൗണ്ടിലേക്ക് പോകുന്ന സംഭവമാണ് കേട്ടോ. വലിയ എമൗണ്ട് നമുക്ക് ഈ ലക്ഷങ്ങൾ വരുമാനം ഇങ്ങനെ വരുന്നതെന്ന് ചിന്തിക്കാറില്ല. ആ ലക്ഷങ്ങൾ വരുമാനം വരുന്നതാണ് LOBയിലൂടെയാണ്. ഇപ്പൊ ഭീമ മേഡത്തിന്റെ വരുമാനം 50,000 രൂപ കടന്നത്, നമ്മളൊക്കെ വരുമാനം അത് കടക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ LOB വാങ്ങിക്കുന്ന ആൾക്കാരാണ്. LOB എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ടീമിനെ സ്ട്രോങ് ആയി ബിൽഡ് ചെയ്യുക. ആ സ്ട്രോങ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 6,000 PV എല്ലാ മാസവും വരുന്ന സമയത്താണ് LOB. ഇതിൽ ചോദിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴും LOB അറിയാത്ത ആൾക്കാർ ഇതിനകത്ത് ഇപ്പോഴും ഉണ്ടോ? സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ LOB അറിയാത്ത ആൾക്കാരുണ്ട്. LOB എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ബോണസ് ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇൻകം. നിങ്ങളുടെ മറ്റുള്ള എല്ലാ ഡയറക്ടർ ബോണസും കാർ ഫണ്ടും വീടിന്റെ ഫണ്ടും ഇതെല്ലാം കൂടെ പെർസെൻറ്റേജ് നോക്കിയാൽ പോലും നമ്മൾ LOBന്റെ എത്തൂല. ലീഡർഷിപ്പ് ബോണസ് ആണ്. ഒരു ടീമിൽ 6,000 PV വരുന്ന സമയത്താണ് നമുക്ക് 5,625, റൗണ്ട് ഫിഗർ 6,000 പറഞ്ഞത്, 5,625 PV വരുമ്പോഴാണ് LOB സ്റ്റാർട്ട് ആവുന്നത്. എല്ലാ മാസവും നിങ്ങളുടെ ഒരു ടീമിൽ നിങ്ങൾക്ക് എത്ര ടീമുണ്ടോ അതിൽ ഒരു ടീമിൽ 5,625 PV വന്ന് നിങ്ങൾക്ക് LOB ആയി ഒരു 11,000-12,000 രൂപ LOB മാത്രം വാങ്ങിക്കാൻ പറ്റും. പെർഫോമൻസ് ബോണസ്, ഡയറക്ടർ ബോണസ്, ലീഡർഷിപ്പ് ബോണസ്, ആ സമയത്ത് നിങ്ങൾ ട്രാവൽ ഫണ്ട് ഉണ്ടാവും, ടീം ബിൽഡിംഗ് ബോണസ് ഉണ്ടെങ്കിൽ അതും വാങ്ങിക്കാം. 5 തരം ഇൻകം അവിടെ വരും. ഒരു സിൽവർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ LOB ഉള്ള സിൽവർ ഡയറക്ടർ ആണെങ്കിൽ 5 തരം ഇൻകം വാങ്ങിക്കാൻ സാധിക്കും. അത് മാത്രം പോലെ വരുമാനം വാങ്ങിക്കാൻ 9 തരം വരുമാനത്തിൽ 5 തരം ഇൻകം സിൽവർ ഡയറക്ടർ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പെർഫോമൻസ് ബോണസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സെൽഫ് PV, നിങ്ങൾ പുതിയതായി ജോയിൻ ചെയ്യിക്കുന്ന വ്യക്തി ചെയ്യുന്ന PV അതിനകത്ത് പെർഫോമൻസ് ബോണസ് കിട്ടും. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് PV ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾ ആ മാസം പുതുതായി ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തി അതിൻ്റെ അകത്തുനിന്നുള്ള പെർഫോമൻസ് ബോണസ്, നിങ്ങൾ ആ മാസം പുതിയതായി ജോയിൻ ചെയ്യിച്ചത് 8% അതിൽ നിന്ന് കിട്ടും. ഇങ്ങനെ ഈ പെർഫോമൻസ് ബോണസ് കിട്ടും. ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ബ്രോൺസ് ഡയറക്ടറും സിൽവർ ഡയറക്ടറും LOB കിട്ടും അല്ലേ? സിൽവർ ഡയറക്ടർ ആകുമ്പോൾ LOBയുടെ സിൽവർ ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടർ ബോണസ് കിട്ടും. അത് 15%, നല്ല എമൗണ്ട് ആണ്. ലീഡർഷിപ്പ് ബോണസ് കിട്ടും, ടീം ബിൽഡിംഗ് ബോണസ്, ഇതെല്ലാം നമുക്ക് അവിടെ വരുന്നുണ്ട്. ടീം ബിൽഡിംഗ് ബോണസ് കഴിഞ്ഞാൽ നിങ്ങൾ സൈഡ് വോളിയം എത്രയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ എക്സ്ട്രാ PV ചെയ്യുമ്പോഴാണ്. സിൽവർ ഡയറക്ടറായി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 30,000 വരുമാനം വാങ്ങിക്കാം, 40,000 വരുമാനം വാങ്ങിക്കാം. അതിൽ കൂടുതൽ പോകാൻ സാധിക്കുന്നുണ്ടോ? സ്ട്രക്ചർ ചെയ്തിട്ട് ഈ ഒരു ഇമ്പോർട്ടൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ടേൺ ഓവർ നല്ല വോളിയം വരുന്നുണ്ടാവും ടീമിൽ നിന്നും. നിങ്ങൾക്ക് സ്ട്രക്ചർ ഇല്ലെങ്കിൽ യൂസ് ഇല്ല. നിങ്ങൾക്ക് നല്ല ടേൺ ഓവർ ഉണ്ട്, സ്ട്രക്ചറും ഉണ്ട്. ആ സ്ട്രക്ചറിനനുസരിച്ച് പിന്നെ വന്നിട്ടില്ലെങ്കിൽ വരുമാനം കൂടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ 3 ഇമ്പോർട്ടൻസ് കാര്യം നിങ്ങൾക്ക് ടേൺ ഓവർ എല്ലാ മാസവും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടേൺ ഓവർ ഉണ്ടാക്കാനാണ് നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആളുടെ എണ്ണം കൂട്ടാൻ പറഞ്ഞത്.
കൺസിസ്റ്റൻസി ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ആദ്യം നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ 100 PV എല്ലാ മാസം ചെയ്യാനുള്ള വഴി കണ്ടെത്താം. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുന്ന എക്സ്ക്യൂസസിനെ എങ്ങനെ കടക്കാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ 6 മാസമായിട്ട് പറയുന്ന വ്യക്തിക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് കൺസിസ്റ്റൻസി. ഈ സാമ്പത്തിക പൈസ ഇല്ലാത്ത വ്യക്തി എങ്ങനെ കൺസിസ്റ്റൻസി ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ മാസം 100 PV ചെയ്യാൻ പൈസ ഇല്ലാത്ത വ്യക്തിക്ക് ഈ മാസം ഒരു കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഒരു കല്യാണം, കുടുംബത്തിലൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല സാരി വാങ്ങി ചുറ്റി പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ വന്ന് എല്ലാ ചേച്ചിമാരും നല്ല സാരി ഉടുക്കുമെങ്കിൽ എന്ത് വന്നാലും പുതിയൊരു സാരി വാങ്ങിക്കാൻ ഹസ്ബൻഡിനോട് പറയും, അല്ലെ? അല്ലെങ്കിൽ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5000 രൂപയുടെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ആൾ, ഇപ്പൊ 5000-3000 രൂപ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ പൈസ അറേഞ്ച് ചെയ്യാറുണ്ട്. അവിടെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുത്താൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻസി മിസ്സാക്കാതെ ഇരുന്ന വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. ആ ഒരു ബിസിനസ്സിലേക്കാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. കൺസിസ്റ്റൻസി ഒഴിവാക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്കറിയാം 14-ാം തീയതി കൺസിസ്റ്റൻസി തീരുകയാണ്. 14-ാം തീയതി രാത്രി, ഇന്നലെ രാത്രിക്കൊക്കെ ഭീമ നെട്ടോടുകൂടെ സിസ്റ്റമാണ്, വർക്കൗട്ട് അല്ല. 3-4 ബില്ല് ചെയ്യാണ്ട് അപ്ലിക്കേഷൻ ഓൺ പോലും ആവുന്നില്ല. എങ്ങനെ പർച്ചേസ് ചെയ്യും? രാത്രി 10 മണിക്കൊക്കെയാണ് 11 മണിക്കൊക്കെയാണ് പൈസ അയച്ചു കൊടുക്കുന്നത്. 14-ാം തീയതിയാണ് കൺസിസ്റ്റൻസി തീരുന്നറിയാം. പൈസ പൈസ കിട്ടാത്തതുകൊണ്ടാണെന്നറിയാം. പക്ഷെ 14-ാം തീയതി രാത്രി ആകുമ്പോൾ ആ പൈസ അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇത് 13-ാം തീയതി കൺസിസ്റ്റൻസി തീരുന്നത് വിചാരിച്ചാൽ മതി. ഇന്നാണ് 13-ാം തീയതി കൺസിസ്റ്റൻസി ലാസ്റ്റ് വെച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ പൈസ അറേഞ്ച് ആവും. പക്ഷെ നമുക്ക് നാളെ രാത്രി വരെ ഉണ്ടല്ലോ എന്ന ചിന്ത വരുന്നതുകൊണ്ടാണ് ആ സമയമാകുമ്പം ഇത് നഷ്ടപ്പെടുമല്ലോ എന്ന് വെച്ച് നമ്മൾ പൈസ അറേഞ്ച് ചെയ്യുന്നത്. ഒരു 2-ാം തീയതി തന്നെ കൺസിസ്റ്റൻസി ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എല്ലാവരും അത് 2-ാം തീയതി തന്നെ, ചിലപ്പോൾ 5-ാം തീയതി ശമ്പളം വരുന്ന ആൾക്കാരും പറഞ്ഞ കാര്യം 5-ാം തീയതി തന്നെ ചെയ്ത് നോക്കുക. ആ ഒരു 100 PV തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ റെസ്പോൺസിബിലിറ്റിയുള്ള ലീഡർ, ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ലീഡർ, സ്വപ്നങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലീഡർ, ആ റെസ്പോൺസിബിലിറ്റിക്ക് വരണം. 100 PV ചെയ്യാൻ ഒരു സാമ്പത്തിക നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിട്ട്, എന്നിട്ട് ആ ഒരു മാസം ഹൈദരാബാദിൽ ചെയ്യുന്ന ആൾക്കാരെ അവരെങ്ങനെ ചെയ്യുന്നത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അവര് ജോയിൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന അതുപോലെ തന്നെ സോപ്പും പേസ്റ്റൊക്കെ വാങ്ങിച്ചാൽ ജോയിൻ ചെയ്യാം. പിന്നെ മീറ്റിങ്ങിലേക്ക്, ഫംഗ്ഷനിലേക്ക് കണ്ടിന്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കും. ആ മീറ്റിങ്ങിലൂടെ അവർക്ക് ഇത് ചെയ്താൽ വിജയിക്കാൻ പറ്റുന്ന ബിസിനസ്സായി മാറും. പിന്നെ അവരെ 500 PV ആണ് ചെയ്യിപ്പിക്കുന്നത്. അവരോട് പറയുന്നത്, നിങ്ങൾ ഒരു 500 PVയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള പൈസ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപ വരുമാനം ഒരു വർഷം കൊണ്ട് വാങ്ങിച്ചു തരാം. അവർ ചെയ്യുന്നത് 15,000 രൂപക്ക് അടുത്തുള്ള സാധനം പർച്ചേസ് ചെയ്യും. ഇതുപോലെ ഈ ഒരു മാസം സമയമുണ്ട്. ഈ 30 ദിവസത്തിനകം, കാരണം നിങ്ങൾ 10-ാം തീയതിയാണ് കൺസിസ്റ്റൻസി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരു മാസം സമയം, അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിൽ ഈ 15,000 പ്രൊഡക്റ്റ് നിങ്ങളുടെ റിലേറ്റീവ്സിനെ കൊണ്ടോ ഫ്രണ്ട്സിനെ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത് കൊടുത്തിട്ട് ആ പൈസ അതേപോലെ സൂക്ഷിച്ചു വെക്കണം. ആ ഒരു മാസം സമയമുണ്ട്. ഇതുപോലെ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരു 2 വ്യക്തികൾ കണക്ട് ആക്കാൻ പറയും, അല്ലെങ്കിൽ 3 വ്യക്തികൾ കണക്ട് ആക്കണം. അവരത് ചെയ്യുന്നുണ്ട്. ഒരു മാസം സമയം നിങ്ങൾക്ക് തരുന്നത്. ആ ഒരു മാസം കൊണ്ട് അവരെ 15,000 പ്രൊഡക്റ്റ് മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ 15,000 MRPയിലാണ് കൊടുക്കുന്നത്. 18,000 20,000 ആയി കയ്യിൽ വന്നിട്ടുണ്ടാവും. ഒരു 3 മാസം കൊണ്ട് ഇവർ ആദ്യം ചെയ്ത ആ 15,000 അവർക്ക് തിരിച്ച് കൈ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അവർ ഈ ഫ്രീ പ്രൊഡക്റ്റ് കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ വരുന്ന ആൾക്കാരെല്ലാം അതന്നെ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 പേര് 500 PV ചെയ്ത് കഴിഞ്ഞാൽ 5,000 PV ആയി. നിങ്ങൾ 16% വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിലായി നിലവും 24,000 രൂപ. ഒരൊറ്റ മാസം 24,000 വാങ്ങിക്കുന്ന ആൾക്ക്, പുതിയ ജോയിൻ ചെയ്ത വ്യക്തി ആ മാസം 24,000 വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാണ്. അവിടെ അങ്ങനെയാ പോകുന്നത്. 24,000 കിട്ടിക്കഴിഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഹാപ്പിയാണ്. അഗ്രി പ്രൊഡക്റ്റിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് 24,000 കിട്ടുകയാണെങ്കിൽ, കൃഷിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ 24,000 വെസ്റ്റേജിൽ കിട്ടുവാണെങ്കിൽ, പിന്നെ ചെയ്യുന്നത് ഈ കൃഷിയിൽ ഇദ്ദേഹത്തിന്റെ റോൾ എന്താണ്, ആ റോൾ ചെയ്യാൻ ഒരു പണിക്കാരനെ കൊടുക്കും. വെസ്റ്റേജിൽ ഫോക്കസ് ചെയ്യും. മറ്റേ സായിലോട്ട് ചെയ്ത് കണ്ടിട്ടില്ല, മുല്ലപ്പൂ വിറ്റുകൊണ്ടിരുന്ന ചങ്ങായി വെസ്റ്റേജിനെ കൂടുതൽ സാധ്യത മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു അത് ചെയ്യാൻ ഒരു പണിക്കാരനോട് വെച്ചു അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തു. കാരണം അദ്ദേഹത്തിന് അതിനകത്ത് വരുമാനം കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി അവിടെ ഒരാളെ വെച്ചിട്ട് വെസ്റ്റേജിൽ മാത്രം ഫോക്കസ് ചെയ്ത് 5 ലക്ഷം വരുമാനം വാങ്ങിക്കും. നിങ്ങളുടെ റോളുകൾ മാറ്റിയെടുക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ റോളുകൾ മാറ്റിയെടുക്കുക.
ഇതിന്റെ സാധ്യതകളെ നല്ല രീതിയിൽ തിരിച്ചറിയാൻ ശ്രമിക്കും. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റും എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിലുള്ള ഇപ്പോൾ പല ആൾക്കാരും കൺസിസ്റ്റൻസി ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ വ്യക്തി ഒരു വർഷം മുന്നേ എന്നോട് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വർഷവും ഇത് തന്നെ പറയാം. 2 വർഷമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ചിന്തിച്ച് നോക്കി. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞ കേട്ടോ, ഒരുപാട് ആൾക്കാർ ചിന്തിച്ച് ഇത് എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളിപ്പം പുതുതായി ജോയിൻ ചെയ്ത വ്യക്തി ആയിക്കഴിഞ്ഞാലും നിങ്ങളിപ്പം സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുന്ന ആൾക്കാർ അടുത്ത വർഷം ഇത് തന്നെ പറയാം. 2ാമത്തെ വർഷം ഇത് തന്നെ പറയാം. നിങ്ങൾ ഈ ബിസിനസ് ഒരിക്കലും കളയത്തിലുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടോണ്ടും ഇവിടെ കിട്ടുന്ന ആ ഒരു മോട്ടിവേഷനിൽ ചാർജ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിലിങ്ങനെ ഒരു ഒഴുക്കിലങ്ങ് പോകുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ 2 വർഷം കഴിയുമ്പോൾ ഇത് തന്നെ പറയാം. ഏറ്റവും വലിയ ഉദാഹരണം ഭീമയാണ്. ഭീമ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, സാധനം വാങ്ങിക്കൽ കുറവാണ്. 40 രൂപ 30 രൂപയ്ക്ക് ആദ്യം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അവസാന ദിവസമൊക്കെ പർച്ചേസ് ചെയ്ത് 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി രാത്രിയൊക്കെ ഭീമ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഹസ്ബൻഡിന്റെ ശമ്പളം വരണം 5-ാം തീയതി വരുള്ളൂ. അപ്പോൾ 1-ാം തീയതി രാത്രി ചെയ്താൽ മാത്രമേ ഈ മാസത്തെ വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ എവിടെന്നെങ്കിലും മറിച്ചിട്ടൊക്കെ ആ പർച്ചേസ് ചെയ്ത് പോയാൽ അത് ഞാൻ ഭീമയോട് പറഞ്ഞ് മനസ്സിലാക്കി, ഭീമ നിങ്ങൾ ഈ ചെയ്യുന്ന 31-ാം തീയതി ചെയ്യുന്ന പർച്ചേസിങ് ശമ്പളം 5-ാം തീയതി വരികയാണെങ്കിൽ എല്ലാ മാസം 5-ാം തീയതി ഒന്ന് ചെയ്ത് നോക്കിയാൽ. അപ്പൊ പറയും ഈ 31-ാം തീയതി ചെയ്തോണ്ട് ഇനി 31-ാം തീയതി ചെയ്തു, കഴിഞ്ഞ മാസം ചെയ്തേ, ഇനി 5-ാം തീയതിക്ക് വീണ്ടും പൈസ ഇല്ല. അതൊരു അറേഞ്ച്മെന്റ്, ആ ഒരൊറ്റ പർച്ചേസിങ് ഒന്ന് അറേഞ്ച് ചെയ്ത് റൊട്ടേഷൻ ചെയ്ത് നോക്കിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഭീമ എല്ലാ മാസവും 100 രൂപ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരുള്ള എണ്ണം ഭീമയുടെ ടീമിലാണ്. ഡ്യൂപ്ലിക്കേഷനായി വന്നു. ആദ്യത്തെ സമയത്ത് അവരങ്ങനെ അവസാനം 31-ാം തീയതി ടീമിൽ വന്നിരിക്കുന്ന വോളിയത്തിന്റെ ഇതിലേക്ക് നമ്മൾ താഴെ ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്താൽ മതിയല്ലോ, നല്ല വരുമാനം കിട്ടും. ആ ചിന്ത മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൺസിസ്റ്റൻസി ചെയ്യാന്നുള്ള ലെവലിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻറ്റേജ് 8% നിന്ന് 12-ലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ താഴെ ഒരു 3-4 ജോയിനിങ് ഉണ്ടാവും, ഒരു 4-5 ജോയിനിങ് ഉണ്ടാവും. അവരെല്ലാം കൺസിസ്റ്റൻസിയുടെ ഭാഗമായി മാറുന്നുണ്ടാവും. 12% നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഇൻകം കിട്ടുന്നുണ്ടാവും. നിങ്ങൾ 16-ലേക്ക് എത്തുന്ന സമയത്ത് 16%-ലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ താഴെ 10-15 പേരായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡയറക്ടറായി ബ്രോൺസ് ഡയറക്ടറായി മാറാൻ സാധിക്കും. ഇതിൽ പല ആൾക്കാരും 12% 16 എത്തിയ ആൾക്കാരുണ്ട്. ഇപ്പോഴും അവർക്ക് ആ ബ്രോൺസ് ഡയറക്ടർ ആവാൻ പറ്റുന്നില്ല. 16 ആയിട്ട് പോലും ബ്രോൺസ് ഡയറക്ടർ ആവാൻ 1000 PV നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. 1000 PV ഇപ്പോഴും നിൽക്കുന്ന 1500 എപ്പോഴും പോകാൻ പറ്റുന്നില്ല. ബ്രോൺസ് ഡയറക്ടർ ആയി മാറാൻ പറ്റാത്ത സ്ട്രഗിൾ വരുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ അത് പ്രാക്ടീസ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾ 16% ആവുന്ന സമയത്ത് നിങ്ങളുടെ PV 2500 PV ആയിട്ടുണ്ടോ, 2500 PV ആയിട്ടുണ്ടോ. ഷാഹുൽ സാറിന്റെ ഇന്നലെ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു, സാറേ 15-ാം തീയതി ആകുമ്പോൾ ഇത്രയും PV ആയി മാറി. അദ്ദേഹത്തിന് അതിശയാണ്. അദ്ദേഹത്തിന് 30-ാം തീയതി വരുന്ന PV, മന്തിന്റെ ക്ലോസിൽ വരുന്ന PV ഓൾറെഡി കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ മാസം 30-ാം തീയതി വന്ന PV അദ്ദേഹത്തിന് ഈ 14-ാം തീയതിക്കുള്ളിൽ വന്നു. ബിസിനസ് മാറ്റം കണ്ടോ? കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് 30-ാം തീയതി ക്ലോസിംഗ് റേറ്റിൽ വന്ന PV ഈ കൺസിസ്റ്റൻസി ക്ലോസിംഗിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം രാത്രിക്ക് മെസ്സേജ്, സാർ കഴിഞ്ഞ മാസം ലാസ്റ്റ് ഓടി നടന്ന PV ഈ 14-ാം തീയതിക്കുള്ളിൽ കയറിയത്. ഇതാണ് ഈ ബിസിനസ്സിന് മാറ്റം. എന്റെ ബിസിനസ് അങ്ങനെ തന്നെയാണ്. എന്റെ കഴിഞ്ഞ മാസം ക്ലോസിംഗ് PV ഇവിടെ കയറി 14-ാം തീയതി. അത് നിങ്ങൾ ആ ഗ്രോത്തിലേക്ക് ശ്രദ്ധിക്കുക. ഒരു 10% നിങ്ങൾക്ക് ആ സ്റ്റാർ ചെയ്ത് അറിയാൻ പറ്റും നിങ്ങളുടെ ഗ്രോത്ത് എന്താണെന്നുള്ളത്. ആ ഗ്രോത്ത് നോക്കാൻ അറിയാതെ ആൾക്കാരാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് നോക്കാൻ അറിയാൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ID എടുക്കുക, സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ശതമാനം ഗ്രോത്തിലുണ്ട് കഴിഞ്ഞ മാസത്തെ കളി. കഴിഞ്ഞ മാസം 15-ാം തീയതി, ഇന്ന് 15-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം 15-ാം തീയതിക്ക് നിങ്ങൾ എത്ര PV ചെയ്തതെന്ന് അവിടെ അറിയാൻ പറ്റും. ഈ മാസം 15-ാം തീയതി നിങ്ങൾ എത്ര PV ഉള്ളത്. നിങ്ങൾ ഗ്രോത്ത് കുറവാണെങ്കിൽ ചുമന്നതിൽ താഴോട്ട് ഏറോ കാണിക്കുന്നുണ്ടോ. നിങ്ങൾ നല്ല ഗ്രോത്തിലാണെങ്കിൽ മേലോട്ട് ഏറോ കാണിക്കും, ഇത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കുന്നു. ഈ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് മേലോട്ട് പോകും. ഒരു 10% ഗ്രോത്താണ് എപ്പോഴും വാച്ച് ചെയ്യുക. എന്നോട് 1% മനോജ് സാർ പഠിപ്പിച്ചത്. ഷാജി 1% ഗ്രോത്ത് ഉണ്ടാക്കണം എന്ന് പറയാം. 1% ഗ്രോത്ത് ഒരു സുഖമില്ല. ഞാൻ 10% ഫോക്കസ് ചെയ്ത് ഞാൻ ഇന്നത്തെ ലെവലിൽ 40% ഗ്രോത്ത് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ 4000 PV എനിക്ക് മാസം എക്സ്ട്രാ ആണ്. കഴിഞ്ഞ കൺസിസ്റ്റൻസിയെക്കാളും 4000 PV ഇപ്പൊ കയറി വന്നിട്ട്. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയേ. ഇപ്പൊ ഇത് പുതിയ വ്യക്തി ഈ മാസം 100 PV, ആദ്യത്തെ ആൾക്കാർക്ക് ഗ്രോത്ത് 216 316 കാണിക്കാൻ നോക്കണം കേട്ടോ. കാരണം ഈ മാസം 100 PV ചെയ്ത വ്യക്തിക്ക് അടുത്ത മാസം 2 ജോയിനിങ് ഉണ്ടെങ്കിൽ 300 PV ആയി. അപ്പൊ 300% ഗ്രോത്ത് ആണ് അല്ലേ.
ഈ മാസം 100 PB, അടുത്ത മാസം 2 ടീം താഴെ ഉണ്ടെങ്കിൽ 300 PB ആവും. അപ്പം നല്ല ഗ്രോത്ത്. അത് നോക്കണ്ട. ഒരു സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഗ്രോത്ത് നല്ല രീതിയിൽ അറിയാൻ സാധിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 10%, മിനിമം 10% പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും അതിന് എത്ര കൂട്ടാൻ സാധിക്കും. എല്ലാവരും അതിൽ ഫോക്കസ് ചെയ്ത് നോക്കിയേ. അത് നിങ്ങളെ കൺസിസ്റ്റൻസിയിലും അത് തന്നെ വരണം. 100 PB നിങ്ങൾ ഈ മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നിങ്ങൾ 100 എങ്ങനെങ്കിലും PB കൂടിയ സാധനം കലക്കി പിടിച്ചിട്ട് 3100 PB ആക്കുന്ന ആൾക്കാരുണ്ട്. 3200 ആയി കഴിഞ്ഞാൽ 200 നഷ്ടം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് 3000 രൂപയിൽ എങ്ങനെ 100 PB ആക്കാം കാൽക്കുലേഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് മാറ്റി മറിച്ച് മാറ്റി മറിച്ച് മാറ്റി മറിച്ച് 100 PB. അങ്ങനെയല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം പർച്ചേസ് ചെയ്ത് 100 PB ആക്കും. മനസ്സിലാകുന്നുള്ളൂ. ആവശ്യമുള്ള സാധനം ചിലപ്പം കുക്കിംഗ് ഓയിൽ വാങ്ങിക്കുമ്പോൾ 3500 മേലെ വരും. അത് തന്നെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് PB ആക്കിയാൽ മതി. ഒരു 500 എക്സ്ട്രാ ആണ്, അതല്ല. അത് നോക്കാതെ ആ 100 PB ഇപ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം 110 PB ആക്കാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യും. ഇത് നിങ്ങളെ കൂടെ വന്ന വ്യക്തിനെ പഠിപ്പിക്കും. നിങ്ങളും അവരും 10% ഗ്രോത്തായി. ഈ ഗ്രോത്തിലൂടെയാണ് നിങ്ങളെ ബിസിനസ്സിലും ടേൺ ഓവറിലും ഗ്രോത്ത് വരും. ഇത് നിങ്ങളുടെ ഒരു 3 ടീം ഉണ്ടെങ്കിൽ ആ 3 ടീമിൽ ചെയ്യാൻ ശ്രമിക്കുക. 6 ടീം ഉണ്ടെങ്കിൽ 6 ടീം ശ്രമിക്കുക. 6 ടീമാണ് ഇതിൻ്റെ സ്ട്രക്ചർ. തൽക്കാലം 3 ടീമിൽ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാലും നഷ്ടങ്ങളൊന്നും വരാതെ മുന്നോട്ട് പോകാൻ പറ്റും. നഷ്ടങ്ങളല്ല, എല്ലാ മാസവും വരുമാനം വാങ്ങിക്കും. 3 ടീമിൽ സ്ട്രക്ചർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ 3 ടീം വലുതാവുന്ന സമയത്ത് നമുക്ക് നല്ല എമൗണ്ട് LOBയിൽ വരാൻ പറ്റും. അപ്പോൾ ഒരു 3 ടീം സ്ട്രക്ചർ ചെയ്ത് പോകാൻ എല്ലാവരും ഡ്യൂപ്ലിക്കേഷൻ ഷാവുലൊക്കെ ചെയ്യുന്ന 6 ടീമാണ്. താഴോട്ട് 6 ടീം തന്നെ ചെയ്തുകൊണ്ട് അതെന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് പോകാം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതാണ്. 6 ടീം എല്ലാവർക്കും 6 ടീം അതുപോലെ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ വർക്ക് ചെയ്ത ആളാണ്. ഫുൾ ടൈം. ഇന്നലെ 12:30 ചായ കുടിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ലേറ്റ് ആയി കഴിഞ്ഞാൽ, ഇല്ല സാറ് 2 നേരം ഭക്ഷണമുള്ളൂ. 12:30 ചായയും 6 മണിക്കൂർ ഭക്ഷണം കഴിക്കും. പിന്നെ ഒന്നുമില്ല. ഫുൾ ടൈം വെസ്റ്റേജ്. രക്തത്തിലും ശ്വാസത്തിലും എല്ലാം വെസ്റ്റേജ് മാറി. അപ്പോൾ അതുപോലെ ചെയ്യണം. നമ്മൾ അങ്ങിറങ്ങുക, വേറെ ഒന്നിലും എൻഗേജ് ആവാതിരിക്കുക. ജോലി ഉണ്ടെങ്കിൽ ജോലിയിൽ എൻഗേജ് ആയിക്കോ. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം ജോലിയിൽ നിന്ന് റിലാക്സ് ആവുന്നുള്ളതായി മാറണം. അല്ലെങ്കിൽ ജോലി തന്നെ എൻ്റെ എല്ലാം ഇതന്നെ എൻ്റെ എല്ലാം എന്ന് ചിന്തിക്കാതെ ഇതിൽ നിന്ന് എപ്പോഴില്ല. കാരണം നമുക്ക് 55-60 വയസ്സ് വരെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറം പറ്റത്തില്ല. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് റിലാക്സ് ആയി മാറാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം. ഞാൻ അതുകൊണ്ടാണ് ഈ 47 വയസ്സേ എനിക്കറിയാൻ വേണമെങ്കിൽ ഞാൻ ജോലിയിൽ പോകുന്ന വ്യക്തി, എനിക്ക് 10 വർഷം കൂടി ജോലി ചെയ്യാൻ പറ്റും. 10 വർഷം എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റും. ആ സമ്പാദ്യം ഞാൻ 10 വർഷം കഴിയുമ്പം എനിക്ക് ആ സമയത്തുള്ള എക്സ്പെൻസ് ആ പൈസ കൊണ്ടൊന്നും തികയത്തില്ല. എനിക്കറിയാം. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണ്. 4 വർഷം കൊണ്ട് വെസ്റ്റ് ഹാപ്പിയാണ്. അപ്പം അത് നിങ്ങൾക്കിതിനെ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതനുസരിച്ചുള്ള ഗ്രോത്ത് നിങ്ങൾ ബിസിനസ്സിൽ എത്തിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ എല്ലാവരും ഒരുപാട് കുടുംബങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് ബന്ധക്കാരുണ്ട്. നിങ്ങളെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കാതെ നിങ്ങളുടെ കുടുംബത്തിലൊരു വീട്ടിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് അവരെ പിടിച്ച് ഐഡിയ എടുപ്പിക്കാനും ജോയിൻ ചെയ്യിപ്പിക്കാനല്ല, ഒരു പ്രൊഡക്റ്റ് അവരെ അതിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കുടുംബത്തിലേക്ക് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇവർ സോപ്പിൻ്റെ പേസ്റ്റിൻ്റെ ക്വാളിറ്റി അവർക്ക് വില കൂടുതലല്ല എന്ന് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. നമ്മളൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? രാഷ്ട്രീയ ചർച്ചയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാട്ടിൽ നടക്കുന്ന മഴ വന്നാൽ മഴയെ കുറിച്ചായിരിക്കും. നല്ല അടിപൊളി മഴ അവിടെ ഇതാണ്, അതിനെക്കുറിച്ചായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. നിങ്ങളുടെ സംസാരത്തിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സംസാരമാക്കി മാറ്റി അവരെ ഒരു കസ്റ്റമറാക്കി ഒരു 10 വീട്ടിൽ അല്ലെങ്കിൽ 5 വീട്ടിലേക്ക് നമുക്ക് എത്തിക്കാം. നിങ്ങളതൊന്ന് ഇറങ്ങി നോക്കുക. നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച് ഐഡിയ എടുപ്പിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് അവർക്ക് വരുമാനം മാറ്റിയെടുക്കാനില്ല. അവർക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുത്ത് കസ്റ്റമറാക്കി അതിനുശേഷം 2ാമത്തെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് 3ാമത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഐഡിയ എടുത്ത് കൊടുക്കാനുള്ള ശ്രമിച്ചാൽ പോലും നിങ്ങളുടെ ചുറ്റുപാടുള്ള 10 പേര് നിങ്ങളുടെ ടീമിലേക്ക് വരും. ഇല്ലെങ്കിൽ അത് വേറെ ടീമിലേക്ക് ജോയിൻ ചെയ്യും. ഷമീന ടീച്ചർ അയൽവക്കത്ത് ഇന്നലെ ആൾക്കാർ ഇന്നലെയല്ല, കഴിഞ്ഞ മാസം 2 മാസം മുന്നേ റെഹാനത്ത് മാഡത്തിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അയൽവക്കക്കാർ വേറെ ടീമിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ല, കഴിഞ്ഞ മാസം ഡൽഹിയിലുള്ള ബിന്ദു മാഡം പറഞ്ഞിരുന്നു, എൻ്റെ കസിൻ വെസ്റ്റീജ് 2 വർഷമായി ചെയ്യുന്നു, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നുണ്ട്. 2 വർഷമായിട്ട് വെസ്റ്റീജ് ചെയ്തിട്ട് എന്നോട് പറയാതെ വിഷമത്തിൽ അവരിയ്ക്കുക. ഇതിനകത്തുണ്ടെന്നു. എന്നാലും അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുണ്ട്. പറഞ്ഞാൽ അവർ ജോയിൻ ചെയ്യും. ആ സമയത്ത് ജോയിൻ ചെയ്യാൻ സാധ്യത. കാരണം നമ്മളെ കസിനോടൊക്കെ നമ്മളും പറഞ്ഞു നോക്കിയില്ല, അവർ മൈൻഡാക്കിയിട്ടില്ല. അതുകൊണ്ട് അവർ പറയാതിരുന്നത് ചെയ്യത്തില്ല എന്നറിയാം. പക്ഷെ നിങ്ങൾ ഒരാളെയും പ്രീ ജഡ്ജ് ചെയ്യാതെ ഓപ്പർച്യൂണിറ്റി വേണം ഷെയർ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ
നല്ല പ്രൊഡക്റ്റ്, ആദ്യം പ്രൊഡക്റ്റിനെ കുറിച്ച് തന്നെ ഷെയർ ചെയ്യുക. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിലാണ് ഈ ബിസിനസ്സുകൾ വരുന്നത്. ഇന്ന് ഒരു ലീഡർമാരും ചെയ്യാത്ത കാര്യം, എല്ലാ ലീഡർമാരും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ 10,000 20,000 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അതല്ല ചെയ്യുന്നത്. ഒരു സോപ്പും വേസ്റ്റെങ്കിലും എങ്ങനെയെങ്കിലും വാങ്ങിച്ച് ഉപയോഗിപ്പിക്കാനും ശ്രമിക്കും. ഒരു സോപ്പും വേസ്റ്റെങ്കിലും അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൊറിയറിലൂടെ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലിജി മാഡത്തിനൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് വഴി ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു പുതിയ വന്ന് ജോയിൻ ചെയ്ത വ്യക്തിക്ക് ഓർഡർ ചെയ്യുന്ന ഓൺലൈൻ ചെയ്യിപ്പിക്കാതിരിക്കുക. അത് തലശ്ശേരി ഷോപ്പിലേക്ക് നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക. അത് കൊറിയർ കറക്റ്റ് 2ാമത്തെ ദിവസം പോസ്റ്റ് ഓഫീസ് വഴി സാധനം വീട്ടിൽ കിട്ടുന്നുണ്ടോ ഐഡിയ എടുത്ത വ്യക്തി. കാരണം ഒരു ആദ്യമായി ജോയിൻ ചെയ്ത വ്യക്തി ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ കൊറിയറുകാരൻ്റെ സ്വഭാവം പോലെ ഇരിക്കും അവർ ബിസിനസ് ചെയ്യണ വേണ്ടതെന്നുള്ളത്. ഇവിടെ വന്ന് എടുത്തിട്ട് പോയിക്കോന്നാ പറയാം. അപ്പോൾ ആ ആദ്യമായി ജോയിൻ ചെയ്ത വ്യക്തി ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹത്തിന് മനസ്സിൽ മൊത്തം മോശം ഇതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലുള്ള എല്ലാ ലീഡേഴ്സും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർ ഒരു പ്രോഡക്റ്റ് ഒരു സോപ്പും വേസ്റ്റ് മാത്രമേ വാങ്ങിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ സാധനം 2-3 ഐറ്റംസ് മാത്രമേ വാങ്ങിക്കുന്നെങ്കിൽ അത് പോസ്റ്റ് ഓഫീസ് വഴി ഓർഡർ എത്രയും പെട്ടെന്ന് അവർ വീട്ടിലെത്തിക്കാൻ അവർ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഷോപ്പ് അടുത്ത് ഇല്ല, അവർ എത്ര രൂപയുടെ സാധനം വാങ്ങിക്കുന്നു ചോദിക്കുക, അതിനകത്ത് കുക്കിംഗ് ഓയിൽ ഇല്ല, ടോയ്ലറ്റിനും ഫ്ലോറ്റിനും ആ വെയിറ്റ് കൂടിയ സാധനം ഇല്ല എങ്കിൽ അവരെ കൊണ്ട് അത് പോസ്റ്റ് ഓഫീസ് വഴി അവരെ ഷോപ്പിൽ നിന്ന് ബില്ലടിച്ച് പോസ്റ്റ് ഓഫീസ് വഴി എത്തിക്കുന്ന രീതി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം അവരുടെ വീട്ടിൽ സാധനം കിട്ടും. ആ പ്രോഡക്റ്റ് ഒന്ന് ഞെക്കി പിഴിഞ്ഞ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി അവർ ഹാപ്പിയായി. പിന്നെ അവർ ഓൺലൈൻ ചെയ്തോട്ട് കൊറിയർ ചെയ്തോട്ട് കുഴപ്പമില്ല. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. നമ്മൾ ആദ്യത്തെ ഇംപ്രഷൻ അവരെ ഇത് അട്രാക്ഷൻ ആക്കി മാറ്റണം. അവരതിനകത്ത് നിലനിന്ന് പോകും. ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് ഫേസ് വാഷ് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ കിട്ടില്ല. 190 സാധനം വാങ്ങിച്ചിട്ട് 2 ആഴ്ച അവരാണ് നമ്മുടെ പിറകെ വരിക. അതിൻ്റെ പിറകെ ഞാനും ഒരു 10 ലീഡർമാരും ആ ഒരു 190 രൂപ കൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അതാ ലിജി മാഡത്തിന് കൊടുത്ത ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ 2ാമത്തെ സാധനം കിട്ടിയിട്ട് ആ ഫേസ് വാഷിൻ്റെ റിസൾട്ട് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിലൂടെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത വ്യക്തിയെ പെട്ടെന്ന് അവരുടെ വീട്ടിൽ സാധനം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ഈ വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റിൽ ഹാപ്പിയാണ്. പിന്നെ കൺസിസ്റ്റൻസി 60 വീൽ കൺസിസ്റ്റൻസി 100 വീൽ നിർബന്ധിക്കാതെ 60 വീൽ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ 60ലേക്ക് മുന്നോട്ട് പോയി അത് 100ലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, 100 BV സ്റ്റാർട്ടിങ് തന്നെ ചെയ്ത വ്യക്തി ചിലപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വരെ സാധ്യത കുറവാണ്. കാരണം അവർ 3000 പോയല്ലോ എന്നൊരു വിഷമം ചെയ്യുന്ന ആൾക്കാണ്. ആ രീതിയിൽ അവരൊരു അവസരങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. സമയം കുറച്ച് നമ്മൾ വൈകിയെങ്കിൽ പോലും അവരെ നമുക്കതിൽ നിലനിർത്താൻ സാധിക്കും. ഓക്കെ, ഞാൻ എങ്ങനെയല്ലോ ഇത്തിരി 1 മണിക്കൂർ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. കൺസിസ്റ്റൻസി ആണ് ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ കീ. നിങ്ങളതിൻ്റെ ഭാഗമായി മാറാൻ ശ്രമിക്കുക, അതിനെ ഉയർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കാരണം എന്നും ഒരു മോട്ടിവേഷൻ, ഞാൻ പൊതുവെ മോട്ടിവേഷൻ കൊടുക്കാറില്ല, എനിക്ക് താല്പര്യമില്ല ആ കാര്യത്തിൽ. വെറുതെ നിങ്ങൾക്ക് മോട്ടിവേഷൻ നിങ്ങളത് ചാർജായി ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾക്കൊരു വരുമാനം ഇല്ലെങ്കിൽ കാര്യമില്ല. നിങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു തന്നാൽ മാത്രമേ ഞാൻ ചെയ്ത കാര്യത്തിന് മോട്ടിവേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ആക്ടിവേഷനാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളത് ആക്റ്റീവായി മാറാൻ ശ്രമിക്കും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ, പല ഫംഗ്ഷനും വലിയ ഫംഗ്ഷനിൽ പോയി അറ്റൻഡ് ചെയ്ത ആൾക്കാർ ആ 2 ദിവസം 3 ദിവസം ചാർജിൽ നിൽക്കുള്ളൂ. ഇന്ന് നമ്മുടെ ടീമിലെ പല ആൾക്കാരും EDSന് പങ്കെടുത്ത ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ EDSന് പങ്കെടുത്ത ആൾക്കാരുണ്ട്. അതിനുശേഷം അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സായി റെഡ്ഡിയുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കേട്ടപ്പോൾ എന്തെങ്കിലും ചെയ്യണം സാറേ എന്ന് തീരുമാനിച്ചു പോയ ആൾക്കാരുണ്ട്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത്രയും ദിവസമായിട്ട് 1 മാസത്തിലധികമായി അദ്ദേഹം വന്ന് പോയി ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ EDSന് പങ്കെടുത്ത ആൾക്കാർ അന്ന് ഭയങ്കര ചാർജാണ്. 3 ദിവസം ചാർജ് ആയി, 4 ദിവസം ചാർജ് ആയി. പൂക്കച്ചവടക്കാരൻ 5 ലക്ഷം വരുമാനം വാങ്ങിക്കുന്നുണ്ടല്ലോ എന്ന് ചാർജ് ആയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കഷ്ടപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1% കഷ്ടപ്പാട് ഈ EDSന് പങ്കെടുത്ത ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഞാൻ നോക്കി പല EDSന് പോയ ആൾക്കാരും അവർക്ക് ഒരു മാറ്റം ബിസിനസ് കണ്ടിട്ടില്ല. വേറെ 2-3 ആൾക്ക് EDSന് പോയി ഫുൾ ചാർജ് ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് ജോലിക്ക് കയറി. EDS കഴിഞ്ഞ് നേരെ ജോലിക്ക് കയറിയാണ്. അതിനുശേഷം ഇന്ന് വരെ ഒരു മെസ്സേജ് ആൾ കണ്ടിട്ടില്ല, ലൈക്ക് മാത്രം ഉണ്ടെങ്കിൽ. മനസ്സിലായി? അങ്ങനെ ആവരുത്. നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് അവിടെ എന്തെങ്കിലും ഒരു നോളജ് കിട്ടിയിട്ട് അതിനേക്ക് നമ്മൾ എന്തെങ്കിലും ആക്റ്റീവ് ആക്ഷൻ ചെയ്യാൻ തയ്യാറാവും. EDSന് പങ്കെടുത്ത ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടില്ല. നിങ്ങളതിൽ അത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി അദ്ദേഹം ചെയ്ത് അതുപോലെ റിജക്ഷൻ ഇത്രയും കേട്ടിട്ട് പോലും അദ്ദേഹം 2,30,000 വരുമാനത്തിന്റെ ഭാഗത്ത് നിന്ന് 30,000 വരുമാനത്തിൽ തലകുത്തി വന്ന സമയത്ത് പോലും
അദ്ദേഹം പതറാതെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ എമൗണ്ട് ശമ്പളത്തിൽ നിന്ന് കുറഞ്ഞിട്ട് പോലും കമ്പനിയെ അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. 2,30,000 കഴിഞ്ഞ മാസം കിട്ടി, ഈ മാസം 30 വന്നിട്ടുള്ളൂ എന്ന് വെച്ച് ബിസിനസ്സും കളഞ്ഞിട്ട് അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം ബിസിനസ് ബിൽഡ് ചെയ്ത് 5 ലക്ഷത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള മൈൻഡ് സെറ്റിൽ നിങ്ങൾ വരണം. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത ഫംഗ്ഷനെ യൂട്ടിലൈസ് ചെയ്യുക, വരുമാനത്തിലേക്ക് യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ വെറുതെ മൊബൈൽ ചാർജ് ചെയ്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് കാര്യമില്ല. മൊബൈൽ ചാർജ് ചെയ്ത് വെച്ച് വൈഫൈ ഇല്ലെങ്കിൽ അതിനൊരു പ്രയോജനമില്ല, സിം ഇല്ലെങ്കിൽ അതിനൊരു പ്രയോജനമില്ല. നിങ്ങൾ അതിന് EDS അറ്റൻഡ് ചെയ്തെന്ന് വന്ന വ്യക്തി വീട്ടിലിരിക്കാൻ പാടില്ല, ഇറങ്ങി വർക്ക് ചെയ്യാം. അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ വർക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്താലാണ് വിജയിക്കത്തുള്ളൂ. എന്നാലേ നമുക്ക് വരുമാനത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. നമ്മളെ വരുമാനം കൂടുമ്പോഴാണ് നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ വ്യക്തിയെ പോയി കാണാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്താൽ പറഞ്ഞ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ 1 വർഷമായിട്ട് ഒന്നും കിട്ടാതെ പിന്നെ ആ വ്യക്തിയുടെ മുന്നിലേക്ക് നടക്കാൻ പറ്റുമോ? ഇന്ന് ഭീമയോട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ആൾക്കാർ നമുക്ക് ഭീമക്ക് ഈസിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്, പല ആൾക്കാർക്കും സാധിക്കുന്നുണ്ട്. 25,000 വരുമാനം വാങ്ങിക്കുന്ന 20,000 വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നിനക്ക് എന്തെങ്കിലും കിട്ടിയാൽ ജോയിൻ ചെയ്യുന്ന പറഞ്ഞ വ്യക്തിയോട് കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ പോവാം. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എല്ലാ മാസം 10-ാം തീയതി കിട്ടുന്നുണ്ട്, അത് കാണിച്ചു കൊടുക്കാം, നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. ഈ മാസം ഞാൻ കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തുള്ളൂ, 500 രൂപ ഇൻകം കിട്ടിയിട്ടുണ്ട്, 432 രൂപ ഇൻകം കിട്ടിയിട്ടുണ്ട്, കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ഇത്രയും കാലം വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചപ്പോൾ എന്ത് കിട്ടി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ ചോദിക്കും, നീ എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചപ്പോൾ എത്ര കിട്ടിയെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം അതാ വരിക. അപ്പോൾ അതിനുള്ള ഉത്തരം പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. എനിവേ നമ്മുടെ സമയം 1 മണിക്കൂറിലധികമായി. ഞാൻ ഇന്ന് ചെയ്ത സെഷൻ ഉപകാരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, തൽക്കാലം ഇന്നത്തെ ദിവസം ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽ.